നിങ്ങൾക്ക് ഇടയ്ക്കിടെ എക്കിളിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്കിളിന്റെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ഒന്നാമത്തേത്, ഒരു നുള്ളു പഞ്ചസാര നമ്മുടെ നാവിലിട്ടതിന് ശേഷം അത് വളരെ സ്ലോ ആയിട്ട് നല്ല രീതിയിൽ അലിയിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ആ എക്കിളിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാറുണ്ട്. രണ്ടാമത്തേത്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അത് സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന സമയത്ത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ശരിയായ രീതിയിലാണ് മെയിൻറ്റെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പോകുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്തരത്തിൽ മൂക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ശ്വാസം എടുക്കാതിരിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. അപ്പം നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു സ്റ്റിമുലേഷൻ വരും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ അതിനെ ക്രമീകരിക്കാനായിട്ട് ഡയഫ്രത്തിനെ ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സിഗ്നൽസ് ഒക്കെ പാസ് ചെയ്യും. സോ ആ സമയത്ത് നമുക്ക് എക്കിളിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ശ്വാസം അടക്കി പിടിക്കുക. ഒരു 5-6 തവണ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അടുത്തത്, വളരെ തണുത്ത നല്ല ക്രഷ്ഡ് ഐസ് നമ്മുടെ വായിലേക്ക് ഇട്ട് ജസ്റ്റ് അലിയിച്ചെടുക്കുക. അല്ലെങ്കിൽ തണുത്ത വെള്ളം സ്ട്രോ ഉപയോഗിച്ചിട്ട് കുടിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്താൽ ഹിക്കപ്സ് മാറി കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അടുത്തൊരു കാര്യം, നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ ഗാർഗിൾ ചെയ്യാറുള്ളത് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. പകരം തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് ഗാർഗിൾ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും എക്കിള് മാറി കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അടുത്തത്, നമ്മുടെ കാൽമുട്ടുകൾ രണ്ടും നെഞ്ചിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് ലീൻ ഫോർവേഡ് ആയിട്ട് ഇരിക്കുക. സോ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തും എക്കിള് മാറി കിട്ടാറുണ്ട്.